മലയാളി മാം ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വെണ്ട വെച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ചെറുതായി അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ചെറിയ ഒരു പീസ് വാളംപുളി, തേങ്ങ അരച്ചതും. ആദ്യം തന്നെ നമ്മളൊരു പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും കൂടി ചേർക്കാം. കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കാം. ഒരു പച്ചമുളകാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇളക്കി കൊടുക്കാം. ഉള്ളിലേക്കൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകെല്ലാം മൂത്തതിന് ശേഷം വെണ്ടയും തക്കാളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെണ്ടയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞ 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വേവിക്കാം. ഏകദേശം ഈ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പുളിവെള്ളമെല്ലാം വറ്റി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച 1 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തള വന്നിട്ടുണ്ട്. അപ്പം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തു. ഒന്ന് തിളയ്ക്കാൻ വെക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.